കഴിഞ്ഞ 3 വർഷക്കാലമുണ്ട് കേരളത്തിലെ LDF സർക്കാർ വലിയ വായിൽ വർത്തമാനം പറയുകയും SC/ST ഫണ്ട് 1717 കോടി രൂപ ചെലവഴിച്ചിട്ടില്ലെന്നാണ് AGയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. 1718 കോടി രൂപയാണ്, ഒന്നും രണ്ടും പൈസയല്ല. 1718 കോടി രൂപ 2022-23 മുതൽ 24-25 കാലയളവിൽ വകുപ്പിന് കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ട് പോലും പൂർണ്ണമായി ചെലവഴിക്കുന്നതിന് സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടുവെന്നാണ് AGയുടെ ഉദ്യോഗസ്ഥർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിനിടയിലാണ് 22-25 കാലത്ത് ലഭിച്ച ഫണ്ട് ചെലവഴിക്കാൻ വകുപ്പിന് കഴിയാതെ പോയത്. ഇത് സർക്കാരിൻ്റെ ഗുരുതര വീഴ്ചയായി ഓഡിറ്റ് വിഭാഗത്തിൻ്റെ കാര്യങ്ങൾ കണ്ടെത്തിയിരിക്കുകയാണ്. സെക്രട്ടേറിയറ്റ് തലത്തിൽ വകുപ്പിനൊരു ആന്തരിക ഓഡിറ്റ് വിഭാഗം ഉണ്ടായിരുന്നില്ല എന്നുള്ളതും വളരെ പ്രധാനമാണ്. 3 വർഷം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിച്ചത് 2022-23 582.24 കോടി രൂപ, 2043.85 23-24 243.85, 23-24 135.57, 24-25 202.81, അതിൽ ചെലവഴിച്ചത് 354 കോടി മാത്രമാണ്. ഇക്കാലത്ത് പ്ലാൻ ഫണ്ട് 6191.63 കോടി രൂപ അനുവദിച്ചിരിക്കുന്നു. ഇങ്ങനെ അനുവദിച്ച നോൺ പ്ലാൻ വിഭാഗത്തിൽ അനുവദിച്ച തുക 893.45 കോടി രൂപയാണ്. 2022-23 275.73, 23-24 330.52, 24-25 287.20. ഇതിൽ ചെലവഴിച്ചതാകട്ടെ 860.53 കോടിയാണ്. പട്ടികജാതി വകുപ്പിന് കീഴിലുള്ള ഫണ്ട് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട ഫയലുകൾ പരിശോധിച്ചപ്പോൾ ഫണ്ട് പൂർണ്ണമായി വിനിയോഗിച്ചിട്ടില്ല എന്നാണ്. പട്ടികജാതി ഉപവകുപ്പുണ്ട്, SC/ST അനുവദിച്ച ഫണ്ടിലും വലിയ തുക ചെലവഴിച്ചിട്ടില്ല. ശരിക്കും പണ്ട് ഈ അട്ടപ്പാടിയിലൊക്കെ ഈ നാളിതുവരെ ചിലവാക്കിയ തുക കോടാനുകോടി രൂപയാണ്. ആ തുക അവർക്ക് വീതിച്ചു കൊടുത്തിരുന്നെങ്കിൽ അവർ നന്നായി സുഖമായിട്ട് കഴിയുമായിരുന്നു. എന്തിനാണ് ഇത്രയധികം പദ്ധതികളെന്ന് നമുക്കറിയുന്നില്ല. SC/ST വിഭാഗത്തിൻ്റെ പുറത്ത് വലിയ പദ്ധതികൾ കൊണ്ടുവന്ന് എല്ലാം ഇടനിലക്കാർ കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണുള്ളത്. പാവങ്ങൾ വീണ്ടും പാവങ്ങളായി തന്നെ തുടരുന്നതാണ്. അത് SC/SPക്ക് കീഴിലുള്ള ഫണ്ടുകൾ ഉപയോഗിക്കാത്തതാൽ 2006 ചട്ടം 5 പുറപ്പെടുവിച്ച കേന്ദ്ര മാർഗനിർദ്ദേശങ്ങളനുസരിച്ച് പട്ടികജാതി പട്ടികവർഗ ഉപപദ്ധതി പ്രകാരം അനുവദിക്കുന്ന ഫണ്ടുകളും വഴിതിരിച്ചു വിടുകയോ പാഴാക്കുകയോ വകമാറ്റുകയോ ചെയ്തു. വല്ലാത്ത രൂപത്തിലാണിത് ചെയ്തിട്ടില്ല, ഒരു കാര്യവും ചെയ്യുന്നില്ല. വർഗ വിഭാഗത്തിൽ ഇത് ഇവരുടെ വികസന വിടവ് നികത്തുവാനുള്ള ഒരു നിർദ്ദേശവും ഇല്ല. ഈ അനുസരിച്ച് ഫണ്ടുകൾ വകുപ്പ് സെക്രട്ടറിയുടെ നിയന്ത്രണത്തിലാണ് ചെലവഴിക്കുന്നത്. അദ്ദേഹം ഫണ്ട് ചെലവഴിക്കുന്നതിൻ്റെ നോഡൽ ഓഫീസറാണ്. ജില്ലാ ഓഫീസർക്ക് ഈ ഫണ്ട് അനുവദിക്കുന്ന അദ്ദേഹം ഉത്തരവാദിയായിരിക്കും. ഫണ്ടുകളുടെ ഫലപ്രദമായ വിനിയോഗത്തിൽ മറ്റ് വകുപ്പുകൾ SC/ST വകുപ്പുമായി സഹകരിക്കണമെന്നായിരുന്നു നിർദ്ദേശം. പട്ടികജാതി വകുപ്പിന് കീഴിലുള്ള ഫണ്ട് അനുവദിച്ചുമായി ബന്ധപ്പെട്ട് ഫയലുകൾ പരിശോധിച്ചപ്പോൾ ഫണ്ട് പൂർണ്ണമായി വിനിയോഗിച്ചിട്ടില്ല എന്നാണ് അറിയുന്നത്. 23-25 കാലത്തെ ഫയലുകൾ പരിശോധിച്ചാൽ ഏതാണ്ട് 1702 കോടി രൂപയുടെ ആണ് ചെലവഴിക്കാതെ നടക്കുന്നത്. ചെറിയ പൈസയാണോ കേന്ദ്ര ഗവൺമെൻറ് തന്നിരിക്കുന്ന പൈസ? ഫണ്ട് വിനിയോഗിക്കാതിരിക്കുന്നത് പദ്ധതിയുടെ നിലവിലുള്ള മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണ്. പട്ടികജാതി പട്ടിക വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രത്യേക വകുപ്പ് രൂപീകരിച്ചത് അതിനുവേണ്ടി മാത്രമാണ്. സംസ്ഥാന പദ്ധതികളും കേന്ദ്രാവിഷ്യ പദ്ധതി നടപ്പിലാക്കുന്നതിലൂടെ കേരളത്തിൻ്റെ പട്ടികവിഭാഗ സമൂഹങ്ങളുടെ സാമൂഹ്യ വിദ്യാഭ്യാസ സാമ്പത്തിക വികസനമാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ പട്ടികജാതി ഡയറക്ടറേറ്റ്, പട്ടികവർഗ ഡയറക്ടറേറ്റ്, കേരള സംസ്ഥാന പട്ടികവർഗ കമ്മീഷൻ, പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ, സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ, വല്ല കുറവുണ്ടോ സംവിധാനങ്ങൾക്ക്? പിന്നെ കണ്ണൂർ ആറളം ഫാമിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ്, ആദിവാസി പുനരധിവാസ മിഷൻ, പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സയൻസ്, ഗവൺമെൻറ് മെഡിക്കൽ എന്നിവയാണ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്നത്. ജില്ലാതലത്തിൽ വകുപ്പിൻ്റെ പദ്ധതികൾ പ്രകോപിപ്പിക്കുന്നതിന് എല്ലാ ജില്ലകളിലും പട്ടികജാതി വികസന പട്ടികവർഗ വികസന ഓഫീസുകളുണ്ട്. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളുണ്ട്, ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്, നഴ്സറി സ്കൂളുകളുണ്ട്, പ്രീ എക്സാമിനേഷൻ പരിപാടികളുണ്ട്, പരിശീലന കേന്ദ്രങ്ങളുണ്ട്, സിവിൽ സർവീസ് പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. എന്താ ഇല്ലാത്തത്? സകലതുമുണ്ട്. പക്ഷേ പട്ടികജാതി പട്ടികവർഗക്കാർ ഇതൊന്നും അനുഭവിക്കാൻ യോഗമില്ലാതെ അവർ തെക്ക് വടക്ക് നടക്കുന്നു എന്നുള്ളതാണ്. ഉന്നതി വിദേശ പഠനത്തിലുള്ള സ്കോളർഷിപ്പ് പദ്ധതി പ്രകാരം യോഗ്യരായ വിദ്യാർത്ഥികൾ സ്കോളർഷിപ്പ് യഥാസമയം വിതരണം ചെയ്യുന്നുള്ള കാലതാമസം നേരിട്ട് വന്നും പരിശോധനയിൽ കണ്ടിട്ടുണ്ട്. അവർക്ക് സ്കോളർഷിപ്പും സമയത്ത് കൊടുക്കുന്നില്ല. വിദേശ സർവകലാശാല കോളേജിൽ പ്രവേശനത്തിന് ആവശ്യമായ തുക നൽകുന്നതിൽ വകുപ്പ് കാലതാമസം വരുത്തിയതായും അതുവഴി വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതും വകുപ്പിന് ഗുരുതരമായ വീഴ്ചയായി AG ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ വിദേശ പഠനത്തിലുള്ള സ്കോളർഷിപ്പ് അനുവദിക്കുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ
SC/ST വകുപ്പ് 2017 തന്നെ എൻ്റെ മാർഗ്ഗനിർദ്ദേശം ഉണ്ടാക്കി. പക്ഷേ അതും സംഭവത്ത് നടക്കുന്നില്ല. പഠനത്തിൽ മികവുറ്റതായ വിദേശത്ത് ഉന്നത പഠനം നടത്തുന്നതിന് സഹായിക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇത് അവർക്ക് വിശാലമായ അറിവ് നേടാനും അവരുടെ പ്രവർത്തനങ്ങളുടെ വ്യാപ്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്നാണ് വകുപ്പ് വിലയിരുത്തുന്നത്. പക്ഷേ സംസ്ഥാനത്തെ സ്ഥിരതാമസക്കാരായ പട്ടികജാതി പട്ടിക വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലയിൽ നിന്ന് ഓഫർ ലെറ്റർ ലഭിച്ചതിന് ശേഷം പ്രമുഖ വിദേശ സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദത്തിന് സ്കോളർഷിപ്പ് അർഹതയുണ്ടെങ്കിൽ വകുപ്പ് അത് നൽകണം. ഇതൊരു കാര്യവും നടക്കുന്നില്ല. പദ്ധതിയുടെ ചട്ടങ്ങൾ 23 പരിഷ്കരിച്ചു. ഇതിൽ വകുപ്പ് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഓവർസീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോഷൻ കൺസൾട്ടൻസിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. ഇവർ പ്രത്യേക നോഡൽ ഏജൻസിയെ പ്രവർത്തിക്കുക. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിൽ ബന്ധപ്പെട്ട ഡയറക്ടർമാർക്ക് വിദഗ്ധോപദേശവും സേവനവും നൽകണമെന്നായിരുന്നു. പക്ഷേ ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് വളരെ രസകരമായ കാര്യം. അതുകൊണ്ട് പട്ടികജാതി പട്ടികവർഗക്കാരുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ വളരെ സങ്കടകരമാണ്. കോടാനുകോടി രൂപയാണ് ഈ പറയുന്ന പോലെ വരുന്നത്. വലിയ പ്രതിസന്ധിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഗൗരവമായി സർക്കാർ ആലോചിക്കണം. 3 വർഷമായി 1717 കോടി രൂപയാണ് ഈ ഒരു വിഭാഗത്തിന് വേണ്ടി, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടി സംസ്ഥാനത്ത് നഷ്ടമാകുന്നത്. PMCയുടെ കഥ വേറെ. ഇങ്ങനെ ഒരു വശത്ത് നമുക്ക് പണമില്ല, നമ്മൾ ദരിദ്രരാണ്, കേന്ദ്രം നമ്മളെ ഞെരുക്കുന്നു, മോദി വിരട്ടുന്നു, മോദി കണ്ണുരുട്ടുന്നു, മോദി അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു. മറുവശത്ത് കോടാനുകോടി രൂപയാണ് നമ്മൾ അൺസ്പെൻഡായി വയ്ക്കുന്നത്, ചെലവഴിക്കാതെ വയ്ക്കുന്നത്. ഇതിനെന്ത് ന്യായമാണ് സർക്കാരിനുള്ളത്? അതുകൊണ്ട് ഈ പുതിയ സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് അർഹമായ മുഴുവൻ നമ്മുടെ സംസ്ഥാനത്തിന് വാങ്ങിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ അടിയന്തരമായി ചെയ്യണം. കാരണം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിനെക്കുറിച്ച് സ്വതന്ത്ര ഇന്ത്യയിൽ നമ്മളിങ്ങനെ കുറേ സംവരണമൊക്കെ വെച്ച് കൊടുത്തത് എല്ലാ കാലവും ഇങ്ങനെ അത് കൊണ്ടുപോകാനല്ല, ആ വിഭാഗത്തെ ഉയർത്തിയെടുത്ത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യം ഒഴിച്ച് ബാക്കി എല്ലാ കാര്യവും നടക്കുന്നുണ്ട്. കോരന് കഞ്ഞി ഇപ്പോഴും കുമ്പിളിൽ തന്നെ. അവരും ദരിദ്രരായി കിടക്കുന്നു. അവർക്ക് കൊടുക്കുന്ന പണം, ഖജനാവിൻ്റെ കുറച്ച് പൈസ അവർക്ക് കൊടുക്കുന്നു, അവർക്കും അതിൻ്റെ ഗുണം കിട്ടുന്നില്ല. മറ്റു ഭാഗങ്ങളിൽ പാവപ്പെട്ടവരുണ്ടാവുന്നു, അവർക്കും അതിൻ്റെ ഒന്നിനും ഗുണം കിട്ടുന്നില്ല. അപ്പോൾ ഈ വല്ലാത്തൊരു രീതിയാണുള്ളത്. ഇത് കൃത്യമായ ഒരു പുനരവലോകനം നടത്തി പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വരുന്ന ഫണ്ട് അത് കേന്ദ്രത്തിൽ നിന്ന് കൃത്യമായി വാങ്ങിയെടുക്കാനും അത് പ്രയോജനപ്പെടുത്താനുമാണ് സർക്കാർ ശ്രമിക്കേണ്ടത്.